കിളികൾ പാടി അന്തിക്കതിർ പൊന്നണിഞ്ഞ ശാലോമിൽ കൂടി. അമ്മ കിളി കൂട്ടിൽ വർണ്ണ കിളികൾ പാടി അന്തിക്കതിർ പൊന്നണിഞ്ഞ ശാലോമിൽ കൂടി. വാനം വാടികൾ വേനൽ പ്രാവുകൾ നാടിന്റെ അഭിമാനമായവർ സുവിശേഷ വയലാകെ കൊയ്തവർ വിജയത്തിനായുള്ള കണ്ണുനീർ അഭിഷേകമാവുന്ന വേളകൾ മാതൃഹൃദയത്തിൽ നിന്നും വചനം കവിഞ്ഞു പെയ്യും പെനുവേൽ മദേഴ്സ് ബൈബിൾ ക്വിസ്. പെനുവേൽ മദേഴ്സ് ബൈബിൾ ക്വിസ് സീസൺ 2 ബൈബിളിനെ അറിയുവാനും ബൈബിളിനെ സ്നേഹിക്കുവാനുമായി പാലക്കാട് രൂപത മാതൃവേദിയും ഷാലോം ടെലിവിഷനും ചേർന്നൊരുക്കുന്ന പെനുവേൽ മദേഴ്സ് ബൈബിൾ ക്വിസ് സീസൺ 2 എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ജപമാല മണികൾ ഉരുട്ടിയും വചനങ്ങൾ ഹൃദ്യസ്ഥമാക്കിയും നരകത്തെ വിറപ്പിക്കാൻ ഇവിടെ ഇന്ന് നമ്മോടുകൂടെയുണ്ട് കുറേ അമ്മമാർ. നമുക്ക് ഓരോരുത്തരെയായി സ്വാഗതം ചെയ്യാം. ആദ്യമായി കടന്നു വരുന്നു ടീം കാഞ്ഞിരപ്പുഴ. എൻ്റെ പേര് സിനി, സെൻറ് തോമസ് ഫൊറോന ചർച്ച് കാഞ്ഞിരപ്പുഴയിൽ നിന്നും വരുന്നു. എൻ്റെ പേര് ജ്യോതിസ്, സെൻറ് തോമസ് ഫൊറോന ചർച്ച് കാഞ്ഞിരപ്പുഴയിൽ നിന്ന് വരുന്നു. അടുത്തതായി വേദിയിലേക്ക് വരുന്നത് ടീം പട്ടാമ്പിയാണ്. സ്വാഗതം ചെയ്യാം. എൻ്റെ പേര് ഷൈനി ഷാജൻ, സെൻറ് പോൾസ് ചർച്ച് പട്ടാമ്പിയിൽ നിന്ന് വരുന്നു. എൻ്റെ പേര് ആനി ജെർലിൻ, സെൻറ് പോൾസ് ചർച്ച് പട്ടാമ്പിയിൽ നിന്നും വരുന്നു. ഈ എപ്പിസോഡിലെ അവസാനത്തെ ടീം നെന്മാറ. ജിജി ടോമി, ക്രൈസ്റ്റ് ദ കിങ് ചർച്ച് നെന്മാറ. ഡെയ്സി ജോസ്, ക്രൈസ്റ്റ് ദ കിങ് ചർച്ച് നെന്മാറ. അങ്ങനെ നമ്മുടെ അമ്മമാരൊക്കെ ഇവിടെ റെഡിയായി നിൽക്കുകയാണ്. അമ്മമാരെ, ക്വസ്റ്റ്യൻ വേണ്ടേ? വേണം. പക്ഷെ എൻ്റെ കയ്യിൽ ക്വസ്റ്റ്യൻ ഇല്ല. ക്വസ്റ്റ്യൻ വേണമെങ്കിൽ നമുക്ക് ക്വിസ് മാസ്റ്ററിനെ വിളിക്കണം. അപ്പോൾ ലെറ്റ്സ് വെൽക്കം അവർ ക്വിസ് മാസ്റ്റർ ഡോക്ടർ ഫാദർ അരുൺ കലമറ്റത്തിൽ. പെനുവേൽ, ദ ഫേസ് ഓഫ് ഗാഡ്, ദൈവത്തിൻ്റെ മുഖം. ദൈവത്തിൻ്റെ മുഖം ഭൂമിയിൽ പതിഞ്ഞിരിക്കുന്നത് കർത്താവായ യേശുക്രിസ്തുവിലൂടെയാണ്. അതിന്ന് നമുക്ക് സംലഭ്യമാകുന്നത് പരിശുദ്ധ സഭയിലൂടെയാണ്. തിരുസഭയിൽ നൽകപ്പെട്ടിരിക്കുന്ന വചനത്തിലൂടെയും തിരുസഭയുടെ സജീവമായ പാരമ്പര്യത്തിലൂടെയുമാണ് യഥാർത്ഥ വചനം, ക്രിസ്തുവിൻ്റെ മുഖം നമുക്ക് ലഭ്യമാകുന്നത്. അതിലൂടെയുള്ള യാത്രയായിരുന്നു നിങ്ങൾ. ഈശോയുടെ മുഖമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നത്. സ്നേഹപൂർവ്വം നിങ്ങളെ ഓരോരുത്തരെയും സ്വാഗതം ചെയ്യുന്നു. പെനുവേൽ മദേഴ്സ് ബൈബിൾ ക്വിസ് സീസൺ 2 പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ആകെ 5 റൗണ്ടുകളാണ് നമുക്ക് ഈ മത്സരത്തിനുള്ളത്. ഓരോ റൗണ്ടിലും നേരിട്ടുള്ള ചോദ്യങ്ങളുണ്ട്, ബസർ സ്വഭാവമുള്ള ചോദ്യങ്ങളുണ്ടാകാം. ചോദ്യം പൂർത്തിയാകുന്ന നിമിഷം മുതൽ 30 സെക്കൻഡുകൾ നിങ്ങൾക്കുള്ളതാണ്. ചോദ്യം പാസ് ചെയ്യപ്പെടുകയാണെങ്കിൽ അതിന് ലഭിക്കുന്നത് 10 സെക്കൻഡുകൾ മാത്രമായിരിക്കും. ഒരു ചോദ്യത്തിന് ഉത്തരം പറയാവുന്നത് ഒരിക്കൽ മാത്രമാണ്. അത് മാറ്റി പറയാനാവില്ല. അവശ്യ സന്ദർഭങ്ങളിൽ നിങ്ങൾക്ക് ഹെൽപ്പ് ഡെസ്കിൻ്റെ സഹായം തേടാവുന്നതാണ്. പക്ഷേ ശ്രദ്ധിക്കണം, ഹെൽപ്പ് ഡെസ്ക് നിങ്ങളോട് സഹായം ആവശ്യപ്പെടുന്ന സമയത്തല്ലാതെ മറ്റൊരു സമയത്തും ഉത്തരം മെല്ലെ പറഞ്ഞു കൊടുത്തുകൊണ്ടോ ഏതെങ്കിലും ആംഗ്യങ്ങളാൽ ഉത്തരത്തിലേക്ക് ടീമിനെ നയിച്ചുകൊണ്ടോ അനാവശ്യമായി അസ്ഥാനത്ത് ഇടപെടുന്നതായി കണ്ടാൽ ഒരുപക്ഷെ നിങ്ങളുടെ ടീമിനെ ഡിസ്ക്വാളിഫൈ ചെയ്യുന്നതിലേക്ക് പോലും അത് എത്തിച്ചേരാനുള്ള സാധ്യതയുണ്ട് എന്നോർക്കണം. എന്നാൽ അതേസമയം നിങ്ങൾ അലേർട്ടായിരിക്കണം, ജാഗ്രതയോടെ ഇരിക്കണം. ആവശ്യപ്പെടുന്ന സമയത്ത് തൽക്ഷണം സഹായം എത്തിക്കാൻ നിങ്ങൾ സുസജ്ജരുമായിരിക്കണമെന്നും ഓർമ്മിപ്പിക്കുകയാണ്. ഒന്നാമത്തെ റൗണ്ടിലേക്ക് നാം പ്രവേശിക്കുകയാണ്. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ സർവ്വസാധാരണമായ റൗണ്ടാണിത്. നേരിട്ട് ചോദ്യം, ഉത്തരമറിയാമെങ്കിൽ പോയിന്റ്, അല്ലെങ്കിൽ അത് പാസ് ചെയ്യപ്പെടും. നെഗറ്റീവ് മാർക്കുകളൊന്നും ഉണ്ടായിരിക്കുകയില്ല. അതേസമയം നിങ്ങൾക്ക് ഹെൽപ്പ് ഡെസ്കിൻ്റെ സഹായം തേടാവുന്നതാണ്. നാം പോവുകയാണ് ഒന്നാമത്തെ റൗണ്ടിലെ ആദ്യത്തെ ചോദ്യത്തിലേക്ക്. ടീം കാഞ്ഞിരപ്പുഴ. കാഞ്ഞിരപ്പുഴ സ്വന്തമായിട്ട് ഡാമൊക്കെയുള്ള ഒരു പ്രദേശമാണല്ലേ? അല്ലേ? അതെ. നിങ്ങളൊരു വലിയ ഇടവകയുമാണ്, ഒരു ഫൊറോന ദേവാലയമൊക്കെയാണ്. അതെ. ബഹുമാനപ്പെട്ട തെരുവുകുന്നേലച്ചൻ നിങ്ങൾ എന്തു പറഞ്ഞാണ് അയച്ചത്?
പോയി വിജയിച്ചു വരാൻ പോയി വിജയിച്ചു വരാൻ തന്നെ പറഞ്ഞു അല്ലേ? നമുക്ക് ആരംഭിക്കാം. ആദ്യത്തെ ചോദ്യം നിങ്ങൾക്കുള്ളതാണ്. ചോദ്യം ഇതാണ്: ഈശോ അന്ധനെ സുഖപ്പെടുത്തുന്നത് ഘട്ടം ഘട്ടമായിട്ടാണ് എന്ന് കാണാം. ഈശോ അവൻ്റെ മേൽ കൈകൾ വെച്ചുകൊണ്ട് ചോദിച്ചു, നീ എന്തെങ്കിലും കാണുന്നുണ്ടോ? നോക്കിയിട്ട് അവൻ എന്താണ് പറഞ്ഞത്? ഹെൽപ് ഡെസ്ക് വേണ്ട, ഉത്തരം പറയാം. പറഞ്ഞു. ഞാനെല്ലാം വ്യക്തമായി കാണുന്നു എന്നാണ് അവൻ പറഞ്ഞത്. നിർഭാഗ്യവശാൽ നിങ്ങളുടെ ഉത്തരം തെറ്റാണ്. ടീം കാഞ്ഞിരപ്പുഴ പാസ് ചെയ്യപ്പെടുകയാണ്. ടീം പട്ടാമ്പി, എന്താണ് അതിന്റെ ഉത്തരം? ഞാൻ മനുഷ്യരെ കാണുന്നുണ്ട്, അവർ മരങ്ങളെ പോലെ ഇരിക്കുന്നു. ഉത്തരം ശരിയാണ്. ഞാൻ മനുഷ്യരെ കാണുന്നു, അവ മരങ്ങളെ പോലെ ഇരിക്കുന്നു, അവ നടക്കുകയും ചെയ്യുന്നു. ഒരു ആന്തരിക സൗഖ്യത്തിന്റെ മേഖലയാണത്. അവന്റെ ഉൾക്കാഴ്ചയുടെ മേഖലയാണത്. അവൻ മനുഷ്യരെ കാണുന്നത് നടക്കുന്ന മരങ്ങളെ പോലെ. മനുഷ്യന്റെ വിലയില്ലല്ലോ മരങ്ങൾക്ക്. മരങ്ങളെപ്പോലെയാണ് അവൻ കാണുന്നത്. അവൻ്റെ കണ്ണിൻ്റെ കാഴ്ചയുടെ മാത്രം കാര്യമല്ലത്, ഒരു ആന്തരിക സൗഖ്യത്തിൻ്റെ മേഖലയിലേക്കാണ് അവൻ വിരൽ ചൂണ്ടുന്നത്. ഈശോ കൊടുക്കുന്ന സൗഖ്യം സമഗ്രമാണ്. ടീം പട്ടാമ്പി, നിങ്ങൾക്ക് ലഭിക്കുകയാണ് 20 പോയിന്റുകൾ. അഭിനന്ദനങ്ങൾ. രണ്ടാമത്തെ ചോദ്യം ടീം പട്ടാമ്പിക്കുള്ളതാണ്. ചോദ്യം ഇതാണ്: എന്നാൽ ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത് എന്ന ഈശോയുടെ ചോദ്യത്തിന് പത്രോസ് കൊടുത്ത ഉചിതമായ ആ ചെറിയ മറുപടി എന്താണത്? നീ ക്രിസ്തുവാണ്. ഉത്തരം ശരിയാണ്. നീ ക്രിസ്തുവാണ്, അഭിഷിക്തനാണ്, നിത്യപൗരോഹിത്യമുള്ളവനാണ് എന്നാണ് വിശുദ്ധ പത്രോസ് നൽകിയ മറുപടി. ടീം പട്ടാമ്പി, നിങ്ങൾക്ക് ലഭിക്കുകയാണ് 30 പോയിന്റുകൾ. അഭിനന്ദനങ്ങൾ. ടീം നെന്മാറ. നെന്മാറ വളരെ പ്രസിദ്ധമാണ് അല്ലേ? ഒരു നെന്മാറ വല്ലങ്ങി വേലയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടാണ് നാട് മുഴുവനും നെന്മാറയെ അറിയുന്നത്. പക്ഷേ അവിടെ ശക്തമായ ക്രൈസ്തവ സാന്നിധ്യം ഉയർത്തിപ്പിടിക്കുന്ന ഒരു ദേവാലയമാണ് നിങ്ങളുടേത്. ചോദ്യം നിങ്ങളോടാണ്. ചോദ്യം ഇതാണ്: ഈശോയുടെ പീഡാസഹനത്തിന് തടസ്സം നിന്ന പത്രോസിനോട് ഈശോ പറഞ്ഞു, സാത്താനെ എൻ്റെ മുന്നിൽ നിന്ന് പോകൂ. അവൻ്റെ ചിന്തയെക്കുറിച്ച് ഈശോ പറഞ്ഞത് എന്താണ്? അവൻ്റെ ചിന്തയെക്കുറിച്ച് ഈശോ പറഞ്ഞത് എന്താണ്? നിന്റെ ചിന്ത ദൈവികമല്ല, മാനുഷികമാണ്. ഉത്തരം ശരിയാണ്. നിന്റെ ചിന്ത ദൈവികമല്ല, അത് മാനുഷികമാണ്. ടീം നെന്മാറ, നിങ്ങൾക്ക് ലഭിക്കുകയാണ് 30 പോയിന്റുകൾ. അഭിനന്ദനങ്ങൾ. അടുത്ത ചോദ്യം ടീം കാഞ്ഞിരപ്പുഴയ്ക്കുള്ളതാണ്. ചോദിക്കാം. ചോദ്യം ഇതാണ്: ബെത്ലഹേമിൽ പേരെഴുതിക്കാൻ പോവുക, പൂർണ്ണ ഗർഭിണിയായ പരിശുദ്ധ മറിയം, സത്രത്തിൽ സ്ഥലം കിട്ടാത്ത അവസ്ഥ തുടങ്ങിയ എല്ലാ പ്രതിസന്ധികളെയും അഭിമുഖീകരിക്കുന്ന യൗസേപ്പ് പിതാവിനെ ഫ്രാൻസിസ് മാർപ്പാപ്പ വിളിക്കുന്നത് എങ്ങനെയുള്ള പിതാവ് എന്നാണെന്നാണ് നിങ്ങളുടെ പഠനഭാഗത്ത് നിങ്ങൾ വായിച്ചത്? ആവർത്തിക്കണം. വേണ്ട, പറഞ്ഞു. സർഗാത്മക ധൈര്യമുള്ള പിതാവ്. ഉത്തരം ശരിയാണ്. സർഗാത്മക ധൈര്യമുള്ള പിതാവ് എന്നാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ വിശുദ്ധ യൗസേപ്പ് പിതാവിനെ വിശേഷിപ്പിക്കുന്നത്. ടീം കാഞ്ഞിരപ്പുഴ, നിങ്ങൾക്ക് ലഭിക്കുകയാണ് 30 പോയിന്റുകൾ. അഭിനന്ദനങ്ങൾ. ടീം പട്ടാമ്പി, നിങ്ങൾക്കുള്ള ചോദ്യമാണ്. ചോദ്യം ഇതാണ്: ഏത് തിരുവെഴുത്തിലൂടെയാണ് 9-ാം പിയൂസ് മാർപ്പാപ്പ 1870 ഡിസംബർ 8-ാം തീയതി സഭയെ വിശുദ്ധ യൗസേപ്പ് പിതാവിൻ്റെ പ്രത്യേക സംരക്ഷണത്തിന് സമർപ്പിച്ചത്? ഏത് തിരുവെഴുത്തിലൂടെയാണ് 9-ാം പിയൂസ് മാർപ്പാപ്പ സഭയെ വിശുദ്ധ യൗസേപ്പ് പിതാവിൻ്റെ പ്രത്യേക സംരക്ഷണത്തിന് സമർപ്പിച്ചത്? ക്വേമാത്മോദും ദേവൂസ്. ഉത്തരം ശരിയാണ്. ക്വേമാത്മോദും ദേവൂസ് എന്നതാണ് ആ തിരുവെഴുത്ത്. ടീം പട്ടാമ്പി, നിങ്ങൾക്ക് ലഭിക്കുകയാണ് 30 പോയിന്റുകൾ. അഭിനന്ദനങ്ങൾ. ടീം നെന്മാറ, നിങ്ങൾക്കുള്ള ചോദ്യമാണ്. ഈശോയുടെ ജനനവുമായി ബന്ധപ്പെട്ട വ്യക്തതയുള്ള ചരിത്ര വിവരണങ്ങളൊന്നും നമുക്ക് പൂർണ്ണമായിട്ട് ലഭ്യമല്ല. പക്ഷേ വിശുദ്ധ ബൊണവെഞ്ചർ സഭയിലെ വലിയൊരു സഭാപണ്ഡിതനാണ്. അദ്ദേഹം പറയുന്നതിനനുസരിച്ച് തിരുക്കുടുംബം എത്ര കാലം ഈജിപ്തിൽ താമസിച്ചിട്ടുണ്ട്? 7 വർഷം. ഉത്തരം ശരിയാണ്. 7 വർഷത്തോളം. ടീം നെന്മാറ, നിങ്ങൾക്ക് ലഭിക്കുകയാണ് 30 പോയിന്റുകൾ. അഭിനന്ദനങ്ങൾ. ഈ ചോദ്യത്തോടുകൂടെ ഈ റൗണ്ട് ഇവിടെ പൂർണ്ണമാവുകയാണ്. ഉദ്യോഗജനകമായ നിമിഷങ്ങളിലൂടെ ഈ റൗണ്ട് ഇവിടെ പൂർണ്ണമാകുമ്പോൾ എന്താണ് നമ്മുടെ പോയിന്റ് നിലയെന്നറിയാം.
നിങ്ങൾ ഓരോരുത്തരും തുറന്നിരിക്കുന്ന സ്കോർ ബോർഡിന്റെ സ്ഥിതി എന്തെന്നറിയാം റോസലിൻ? ഒന്നാം റൗണ്ട് ഇവിടെ പൂർത്തിയാകുമ്പോൾ ടീം നെമ്മാറ നേടിയിരിക്കുന്നു 60 പോയിന്റ്സ്, ടീം പട്ടാമ്പി നേടിയിരിക്കുന്നു 80 പോയിന്റ്സ്, ടീം കാഞ്ഞിരപ്പുഴ നേടിയിരിക്കുന്നു 30 പോയിന്റ്സ്. അത്യന്തം സംഘർഷഭരിതമായ രണ്ടാമത്തെ റൗണ്ടിലേക്ക് നാം പ്രവേശിക്കുകയാണ്. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ചോദ്യം ഒരു ടീമിനും ഞാൻ നേരിട്ട് നൽകുന്നില്ല. പകരം ചോദ്യം പൊതുവായിട്ടായിരിക്കും അനൗൺസ് ചെയ്യപ്പെടുക. ഉത്തരം പറയേണ്ടത് ആരാണെന്ന് തീരുമാനിക്കുന്നത് നിങ്ങൾ തന്നെയാണ്. നിങ്ങളിൽ ആര് ആദ്യം ബസറമർത്തുന്നോ അവർക്കുള്ളതായിരിക്കും ഉത്തരം പറയാനുള്ള അവസരം. നിങ്ങൾ ബസറമർത്തുകയും കൃത്യമായി ഉത്തരം നൽകുകയും ചെയ്താൽ നിങ്ങൾക്ക് ലഭിക്കും 30 പോയിന്റുകൾ. ബസറമർത്തിയിട്ട് ഉത്തരം പറയാതിരിക്കുകയോ ഉത്തരം തെറ്റുകയോ ചെയ്താൽ നിങ്ങൾക്ക് ലഭിച്ചതിൽ നിന്ന് 5 പോയിന്റ് ഞാൻ തിരിച്ചെടുക്കും. നിങ്ങളുടെ ഉത്തരം തെറ്റാണെങ്കിൽ അത് നിങ്ങളുടെ വലതുവശത്തിരിക്കുന്ന ടീമിലേക്ക് പാസ് ചെയ്യപ്പെടും. അവർക്ക് ലഭിക്കാനിരിക്കുന്നത് 20 പോയിന്റുകൾ മാത്രമായിരിക്കും. ആരും ബസറമർത്താത്ത സാഹചര്യം വരികയാണെന്ന് കരുതുക. ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഓപ്ഷൻ നൽകും. അതായത് നിങ്ങളുടെ ഹെൽപ്പ് ഡെസ്കിൻ്റെ സഹായത്തോടെ നിങ്ങൾക്ക് ഉത്തരം പറയാൻ കഴിയും എന്ന് നിങ്ങൾക്ക് ആത്മധൈര്യമുണ്ടെങ്കിൽ ബസറമർത്താമെന്ന് പറഞ്ഞ് പുതിയൊരു സ്റ്റേജിലേക്ക് നിങ്ങളെ ക്ഷണിക്കും. അവിടെയും ഹെൽപ്പ് ഡെസ്കിൻ്റെ സഹായത്തോടെ നിങ്ങൾ ഉത്തരം പറഞ്ഞാൽ ലഭിക്കാൻ പോകുന്നത് 20 പോയിൻ്റാണ്. എന്നിട്ടും ഉത്തരം തെറ്റിയാൽ 5 പോയിന്റ് ഞാൻ തിരിച്ചെടുക്കുകയും ചെയ്യും. ക്വിസ് മാസ്റ്റർ ചോദ്യം ആരംഭിക്കുന്ന നിമിഷം മുതൽ നിങ്ങൾക്ക് ബസറമർത്താനുള്ള സ്വാതന്ത്ര്യമുണ്ട്. നിങ്ങൾ ബസറമർത്തി കഴിഞ്ഞാൽ തൽക്ഷണം ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ചോദ്യം അവിടെ നിർത്തും. നിങ്ങളുടെ ഉത്തരം കേൾക്കും. അതിനുശേഷം ഞാൻ ചോദ്യം വീണ്ടും ആവർത്തിക്കും. നിങ്ങളുടെ ഉത്തരം ശരിയെങ്കിൽ നിങ്ങൾക്ക് പോയിന്റ് നൽകും, അല്ലെങ്കിൽ ആ ചോദ്യം പാസ് ചെയ്യും നിങ്ങളുടെ വലതുവശത്ത് നിൽക്കുന്ന ടീമിലേക്ക്. വ്യക്തമായോ? എന്നിട്ടെന്താ ഒരു സന്തോഷമില്ലാത്ത? 5 പോയിന്റ് പോകുന്ന കാര്യം ഓർത്തിട്ടാണ് സന്തോഷമില്ലാത്തത്. എത്രയോ പോയിന്റ് കിട്ടാനിരിക്കുന്നു എന്നോർത്ത് സന്തോഷിക്കുവിൻ എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഒന്നാമത്തെ ചോദ്യം: നിങ്ങളുടെ സംഘത്തിലേക്ക് മോടിയായി വസ്ത്രം ധരിച്ച ഒരു ധനികനും ഒരു മുഷിഞ്ഞ വസ്ത്രം ധരിച്ച ദരിദ്രനും പ്രവേശിക്കുന്നുവെന്നിരിക്കട്ടെ. നിങ്ങൾ ധനവാനോട് ഇവിടെ സുഖമായിരിക്കുക. ടീം പട്ടാമ്പിയാണ് ബസറമർത്തിയിരിക്കുന്നത്. ഞാൻ ചോദ്യം പൂർത്തീകരിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ഉത്തരം പറയാൻ പറ്റും അല്ലേ? പറ്റുമെന്നാണ് വിചാരിക്കുന്നത്. ആലോചിച്ചിട്ട് ഉത്തരം മാത്രം പറയാം. ഉത്തരത്തേക്കാൾ ഒന്നും കൂടരുത്, ഒന്നും കുറയരുത്. മോടിയായി വസ്ത്രം ധരിച്ചവനെ നോക്കി ഇവിടെ സുഖമായി ഇരിക്കുക എന്നും മുഷിഞ്ഞ വസ്ത്രം ധരിച്ചു വന്ന ദരിദ്രനെ നോക്കി ഇവിടെ നിൽക്കുക എന്നോ എൻ്റെ പാദപീഠത്തിനരികെ ഇരിക്കുക എന്നോ പറയും. ചോദ്യം പൂർത്തീകരിക്കും. നിങ്ങളുടെ സംഘത്തിലേക്ക് മോടിയായി വസ്ത്രം ധരിച്ച ഒരു ധനികനും മുഷിഞ്ഞ വസ്ത്രം ധരിച്ച ദരിദ്രനും പ്രവേശിക്കുന്നുവെന്നിരിക്കട്ടെ. നിങ്ങൾ ധനവാനോട് ഇവിടെ സുഖമായി ഇരിക്കുക എന്നും പാവപ്പെട്ടവനോട് അവിടെ നിൽക്കുക എന്നോ മറ്റോ പറയുമ്പോൾ നിങ്ങൾ എന്തൊക്കെ തെറ്റാണ് ചെയ്യുന്നത് എന്നതായിരുന്നു ചോദ്യം. ടീം പട്ടാമ്പി, നിങ്ങളുടെ അവസരം നഷ്ടപ്പെടുന്നു. ടീം നെന്മാറ, നിങ്ങൾക്ക് പറയാം. സമയം പൂർത്തിയായിരിക്കുന്നു. ടീം കാഞ്ഞിരപ്പുഴ, നിങ്ങൾ നിങ്ങളിൽ തന്നെ വിവേചനം കാണിക്കുകയും പക്ഷപാതപരമായി പെരുമാറുകയല്ലേ ചെയ്യുന്നത്? ഉത്തരം അപൂർണമാണ്. നിങ്ങൾക്കത് പൂർത്തിയാക്കാൻ കഴിയുമെങ്കിൽ ഇപ്പോൾ പൂർത്തിയാക്കും. ടീം കാഞ്ഞിരപ്പുഴ, നിങ്ങളുടെ ഉത്തരം അപൂർണമാണ്. പോയിന്റ് നിങ്ങൾക്ക് ലഭിക്കുന്നില്ല. നിങ്ങളുടെ ആർക്കെങ്കിലും ഉത്തരം അറിയാമെങ്കിൽ ഇപ്പോൾ പറയാം. അറിയാലേ? പറഞ്ഞു. നിങ്ങൾ നിങ്ങളിൽ തന്നെ വിവേചനം കാണിക്കുകയും ദുഷ്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്ന വിധികർത്താക്കളാവുകയുമല്ലേ ചെയ്യുന്നത്? ദുഷ്ടവിചാരം പുലർത്തുന്ന വിധികർത്താക്കളാവുകയുമല്ലേ ചെയ്യുന്നത്. ഉത്തരം വളരെ ശരിയാണ്. പക്ഷേ സമയത്ത് തരാത്ത ഉത്തരത്തിന് പോയിന്റുകൾ തരാനാവില്ല എന്ന് മാത്രമല്ല, നിങ്ങൾക്ക് കിട്ടിയ പോയിന്റിൽ നിന്ന് 5 പോയിന്റ് നിങ്ങൾ എനിക്ക് തരാൻ ബാധ്യസ്ഥരുമാണ് അല്ലേ? വിഷമമുണ്ടോ? നല്ല വിഷമമുണ്ടല്ലേ? സാരമില്ല, അല്പം വിഷമത്തോടെ ആ പോയിന്റിങ് തരൂ. ഈ 5 പോയിന്റ് മേടിച്ചിട്ട് ആ 10. അടുത്ത ചോദ്യം ഇതാണ്: കാരുണ്യം കാണിക്കാത്തവൻ്റെ മേൽ കാരുണ്യരഹിതമായ വിധിയുണ്ടാകും. എങ്കിലും എന്തിൻ്റെ മേൽ വിജയം വരിക്കുന്നു? ടീം പട്ടാമ്പിയാണ് വീണ്ടും ബസർ ചെയ്തിരിക്കുന്നത്. ഈ ചോദ്യം എവിടേക്കാണ് പോകുന്നതെന്ന് വല്ല പിടിയുണ്ടോ?
ഉത്തരം പറയൂ. ഉത്തരം പറഞ്ഞു. കാരുണ്യം വിധിയുടെ മേൽ വിജയം വരിക്കുന്നു. ചോദ്യം ഇതാണ്: കാരുണ്യം കാണിക്കാത്തവൻ്റെ മേൽ കാരുണ്യരഹിതമായ വിധിയുണ്ടാകും. എങ്കിലും എന്തിൻ്റെ മേൽ വിജയം വരിക്കുന്നുവെന്നാണ് വിശുദ്ധ യാക്കോബ് പറയുന്നത്. ടീം പട്ടാമ്പി, നിങ്ങളുടെ ഉത്തരം ശരിയാണ്. നിങ്ങൾക്ക് ലഭിക്കുകയാണ് 30 പോയിന്റുകൾ. അഭിനന്ദനങ്ങൾ. ഉത്തരം ഇതാണ്: കാരുണ്യം വിധിയുടെ മേൽ വിജയം വരിക്കുന്നു എന്നുള്ളതാണ്. അഭിനന്ദനങ്ങൾ. അടുത്ത ചോദ്യം ഇതാണ്: വലിയ വിശ്വാസമുള്ള ഒരാളിൽ നിന്ന് വിശ്വാസത്തിന് ചേർന്ന സുഹൃത പ്രവൃത്തികൾ ഉണ്ടാകാതിരിക്കുന്നു. ആ വ്യക്തിയെ എന്തിനോടാണ് യാക്കോബ് ശ്ലീഹ ഉപമിക്കുന്നത്? വലിയ വിശ്വാസമുള്ള ഒരാളിൽ നിന്ന് വിശ്വാസത്തിന് ചേർന്ന സുഹൃത പ്രവൃത്തികൾ ഉണ്ടാകാതിരിക്കുന്നു. അങ്ങനെയുള്ള ഒരു വ്യക്തിയെ എന്തിനോടാണ് യാക്കോബ് ശ്ലീഹ ഉപമിക്കുന്നത്? അഞ്ച് സെക്കൻഡുകൾ കൂടി. സമയം പൂർണ്ണമാവുകയാണ്. രണ്ടാമത്തെ ഓപ്ഷൻ: നിങ്ങൾക്കൊരു ഹെൽപ്പ് ഡെസ്ക് കിട്ടിയാൽ നിങ്ങൾക്ക് ഉത്തരം പറയാൻ കഴിയുമെങ്കിൽ ബസറമർത്താം. നിങ്ങൾക്ക് നിങ്ങളുടെ ഹെൽപ്പ് ഡെസ്കിനെ വിശ്വാസമുണ്ടെങ്കിൽ ബസറമർത്താം. നിങ്ങളാരും നിങ്ങൾ കൊണ്ടുവന്ന ഹെൽപ്പ് ഡെസ്കിനെ വിശ്വസിക്കുന്നില്ല എന്നാണോ കരുതേണ്ടത്? ടീം കാഞ്ഞിരപ്പുഴ രണ്ടും കൽപ്പിച്ച് ബസറമർത്തിയിരിക്കുകയാണ്. ഹെൽപ്പ് ഡെസ്ക് വേണം. തരാം, കൊടുക്കും. ഇരുപത് സെക്കൻഡ് കൂടി. 15 സെക്കൻഡ് കൂടി. 5 സെക്കൻഡ് കൂടി. പറയാം. സമയം പൂർത്തിയായിരിക്കുകയാണ്. ടീം കാഞ്ഞിരപ്പുഴ, നിങ്ങൾക്ക് അവസരം നഷ്ടപ്പെട്ടിരിക്കുന്നുവെന്ന് മാത്രമല്ല 5 പോയിന്റുകൾ കൂടി നഷ്ടപ്പെടുകയാണ്. ഉത്തരം ഇതാണ്: ആത്മാവില്ലാത്ത ശരീരം മൃതമായിരിക്കുന്നത് പോലെയാണത്. അവന് വിശ്വാസമുണ്ട്, വിശ്വാസത്തിൻ്റെ പ്രവൃത്തികളിൽ. ശരീരമുണ്ട്, ശരീരത്തിൽ ആത്മാവ് ഉണ്ടാകേണ്ടതാണ്, പക്ഷേ അതില്ല. ടീം കാഞ്ഞിരപ്പുഴ, നിങ്ങൾക്ക് നഷ്ടമാവുകയാണ്. മറ്റൊരു 5 പോയിന്റുകൾ തരണം. സങ്കടമൊന്നുമില്ലേ? അടുത്ത ചോദ്യം: കൂടുതൽ കർക്കശമായ വിധിക്ക് നാം അർഹരാകും എന്നുള്ളതുകൊണ്ട് നിങ്ങളിലധികം പേർ എന്താകാൻ തുനിയരുത് എന്നാണ് ടീം കാഞ്ഞിരപ്പുഴയാണ് ബസർ ചെയ്തിരിക്കുന്നത്. ഉത്തരം പറയും. അധികം പേരും പ്രബോധകരാകാൻ തുനിയരുത്. ചോദ്യം കേൾക്കണ്ടേ? ചോദ്യം ഇതാണ്: കൂടുതൽ കർക്കശമായ വിധിക്ക് നാം അർഹരാകും എന്നുള്ളതുകൊണ്ട് നിങ്ങളിലധികം പേർ എന്താകാൻ തുനിയരുത് എന്നാണ് വിശുദ്ധ യാക്കോബ് പറയുന്നത്. നിങ്ങളുടെ ഉത്തരം പ്രബോധകരാകാൻ തുനിയരുത് എന്നതായിരുന്നു, അല്ലേ? ആ ഉത്തരം ശരിയാണ്. ടീം കാഞ്ഞിരപ്പുഴ, നിങ്ങൾക്ക് ലഭിക്കുകയാണ് 30 പോയിന്റുകൾ. അഭിനന്ദനങ്ങൾ. അടുത്ത ചോദ്യം ഇതാണ്: നിങ്ങളിൽ ചിലർ ഞാൻ പൗലോസിൻ്റെ ആളാണ് എന്നും ചിലർ ഞാൻ അപ്പോളസിൻ്റെ ആളാണ് എന്നും പറഞ്ഞു നടക്കുന്നത് എന്തുകൊണ്ടാണ് എന്നാണ് ടീം നെന്മാറ. ഉത്തരം പറയും. നിങ്ങൾ ലൗകികരായതുകൊണ്ടല്ലേ? ചോദ്യം: നിങ്ങളിൽ ചിലർ ഞാൻ പൗലോസിൻ്റെ ആളാണ് എന്നും ചിലർ ഞാൻ അപ്പോളസിൻ്റെ ആളാണെന്നും പറഞ്ഞു നടക്കുന്നത് എന്തുകൊണ്ടാണെന്നാണ് വിശുദ്ധ പൗലോസ് ശ്ലീഹ പറയുന്നത്. നിങ്ങളുടെ ഉത്തരം ലൗകികരായതുകൊണ്ട് എന്നായിരുന്നു, അല്ലേ? ആ ഉത്തരം ശരിയാണ്. ടീം നെന്മാറ, നിങ്ങൾക്ക് ലഭിക്കുകയാണ് 30 പോയിന്റുകൾ. അഭിനന്ദനങ്ങൾ. ഈ റൗണ്ടിൻ്റെ അവസാനത്തെ 30 പോയിന്റുകൾ അതാർക്കുള്ളതാണ് എന്നാണ് ഞങ്ങൾ ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നത്. ചോദ്യം ഇതാ: ഒരു വിദഗ്ധ ശില്പിയെപ്പോലെ ഞാൻ അടിസ്ഥാനമിട്ടു, മറ്റൊരുവൻ അതിന്മേൽ പണിയുകയും ചെയ്യുന്നു. തനിക്ക് നൽകപ്പെട്ട എന്തനുസരിച്ച് അടിസ്ഥാനമിട്ടു? ടീം കാഞ്ഞിരപ്പുഴ, ഉത്തരം പറ.
തനിക്ക് നൽകപ്പെട്ട തനിക്ക് ഓരോരുത്തർക്കും നൽകപ്പെട്ട പണി അനുസരിച്ച് 5 സെക്കൻഡുകൾ. ഓരോരുത്തർക്ക് നൽകപ്പെട്ട പണി അനുസരിച്ച് സമയം പൂർത്തിയായിരിക്കുന്നു. ചോദ്യം: ഒരു വിദഗ്ധ ശില്പിയെ പോലെ ഞാൻ അടിസ്ഥാനമിട്ടു, മറ്റൊരുവൻ അതിന്മേൽ പണിയുകയും ചെയ്യുന്നു. തനിക്ക് നൽകപ്പെട്ട എന്തനുസരിച്ച് അടിസ്ഥാനമിട്ടു എന്നാണ് വിശുദ്ധ പൗലോസ് പറയുന്നത്. ടീം കാഞ്ഞിരപ്പുഴ, നിങ്ങളുടെ ഉത്തരം തെറ്റാണ്. പാസ് ചെയ്യപ്പെടുന്നു ടീം പട്ടാമ്പി. ദൈവകൃപയനുസരിച്ച്. ഉത്തരം ശരിയാണ്. ദൈവകൃപയനുസരിച്ച് ടീം പട്ടാമ്പിക്ക് ലഭിക്കുന്നു 20 പോയിന്റുകൾ. അഭിനന്ദനങ്ങൾ. ഈ റൗണ്ട് ഇവിടെ പൂർണ്ണമാകുന്നതിന് മുൻപ് നമുക്കൊരു കണക്ക് തീർക്കാനുണ്ട്. ടീം കാഞ്ഞിരപ്പുഴ, മറ്റൊരു 5 പോയിന്റ് എനിക്ക് നിങ്ങൾ തരാനുണ്ട്. തന്നോളൂ. ഈ മത്സരം കഴിയുന്നതിന് മുൻപ് നിങ്ങൾ ശേഖരിച്ച പോയിന്റ് എല്ലാം എനിക്ക് തന്നു തീർക്കൂ. താങ്ക് യു. ഈ റൗണ്ട് ഇവിടെ പൂർണ്ണമാകുമ്പോൾ എന്താണ് സ്കോർ നില, ഓരോ ടീമുകളും എവിടെ നിൽക്കുന്നു എന്നറിയാൻ നിങ്ങൾക്കെന്നതുപോലെ എനിക്കുമുണ്ട് താല്പര്യം. നമുക്ക് ചോദിക്കാം, എന്താണ് സ്കോർ ബോർഡ്? 2 റൗണ്ടുകൾ പൂർത്തിയാകുമ്പോൾ ഇവർ നേടിയ സ്കോറുകൾ ഇങ്ങനെയാണ്. നെമ്മാറ 90 പോയിന്റുകൾ, പട്ടാമ്പി 125 പോയിന്റുകൾ, കാഞ്ഞിരപ്പുഴ 50 പോയിന്റുകൾ. മൂന്നാമത്തെ റൗണ്ടിന്റെ പേരാണ് വിഷ്വൽ റൗണ്ട്. നമുക്ക് ലഭ്യമായിരിക്കുന്ന സ്ക്രീനിൽ ഒരു ചിത്രം നിങ്ങൾക്കായി തെളിയും. ആ ചിത്രം ആരാണ് അഥവാ എന്താണ് എന്ന് കണ്ടെത്തുകയാണ് നിങ്ങൾ ആകെ ചെയ്യേണ്ടത്. നിങ്ങൾ ശരി ഉത്തരം പറഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കാനിരിക്കുന്ന 30 പോയിന്റുകളാണ്. അത് പാസ് ചെയ്യപ്പെട്ടാൽ 20 പോയിന്റിലേക്ക് ചുരുങ്ങും. നിങ്ങൾക്ക് ചിത്രം വ്യക്തമാകുന്നില്ല, അതെന്താണെന്ന് തിരിച്ചറിയാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഹെൽപ്പ് ഡെസ്കിൻ്റെ സഹായം തേടാവുന്നതാണ്. അവിടെ സഹായത്തോടെ നിങ്ങൾ ഉത്തരം പറഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കാനിരിക്കുന്നത് പതിവ് പോലെ 20 പോയിന്റുകളായിരിക്കും. ഹെൽപ്പ് ഡെസ്കിൻ്റെ സഹായത്തോടെ ഉത്തരം നൽകാൻ കഴിയുന്നില്ലെങ്കിൽ ചോദ്യം നിങ്ങളുടെ വലതുവശത്തെ ടീമിലേക്ക് പാസ് ചെയ്യപ്പെടും. വ്യക്തമായ? ആദ്യത്തെ ചോദ്യം ടീം പട്ടാമ്പിക്കുള്ളതാണ്. നിങ്ങൾ വായിച്ചു പഠിക്കുക മാത്രമേ ചെയ്തുള്ളൂ, അതോ ചിത്രങ്ങളൊക്കെ കണ്ടുപിടിക്കാനും ശ്രമിച്ചോ? കണ്ടുപിടിക്കാൻ ശ്രമിച്ചു. എവിടെ നിന്നൊക്കെയായിരുന്നു ചിത്രങ്ങൾ പരിശോധിച്ചത്? ശാലോം ടൈംസ്, ശാലോമിൽ നോക്കി. ശാലോം പത്രത്തിൽ നോക്കി. പണ്ടും ശാലോം പത്രത്തിലെ ചിത്രങ്ങൾ മാത്രമേ കാണാറുണ്ടായിരുന്നുള്ളൂ? അല്ല, ന്യൂസും വായിക്കാറുണ്ട്. ന്യൂസും വായിക്കും. എന്നാൽ ചോദിക്കട്ടെ, ചോദ്യത്തിലേക്ക് പോകാം. വിഷ്വൽ. ജിംനാസ്റ്റിക്സിൽ ഒളിമ്പിക് സ്വർണ്ണ മെഡൽ ജേതാവായ ഡൊമിനിക്യു മോൺഷിയാനോയുടെ സഹോദരിയാണ്. ജനിച്ചപ്പോൾ 2 കാലുകളും ഇല്ലാത്തതിൻ്റെ പേരിൽ ആശുപത്രിയിലെ അഡോപ്ഷൻ സെൻ്ററിൽ ഉപേക്ഷിക്കപ്പെട്ടു. പിന്നീട് 3 ആൺമക്കളുള്ള ദമ്പതികൾ ഒരു പെൺകുഞ്ഞ് വേണമെന്ന ആഗ്രഹത്തിൽ ഇവളെ ദത്തെടുത്തു. ജിംനാസ്റ്റിക്സ് പഠിക്കണമെന്ന മോഹം വീട്ടിൽ പറഞ്ഞ് 15 വയസ്സായപ്പോഴേക്കും അമേരിക്കയിലെ അറിയപ്പെടുന്ന ജിംനാസ്റ്റിക് താരമായി. 1998 വിൻ്റർ ഒളിമ്പിക്സിൽ സമ്മാനം നേടി. തൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതെല്ലാം ദൈവനിയോഗമായി കാണുന്ന ഈ പെൺകുട്ടി ആരാണ്? ജെന്നിഫർ. ജെന്നിഫർ എന്നാണ് ഉത്തരം. ആ ഉത്തരം ശരിയാണ്. ടീം പട്ടാമ്പി, നിങ്ങൾ ചിത്രത്തിൽ കണ്ടത് ജെന്നിഫറിനെയാണ്. നിങ്ങൾക്ക് ലഭിക്കുകയാണ് 30 പോയിന്റുകൾ. അഭിനന്ദനങ്ങൾ. ടീം നെന്മാറ, നിങ്ങളും തയ്യാറാണ്? വിഷ്വൽ ശ്രദ്ധിക്കുക. മാർ ജോർജ് പുന്നക്കോട്ടിൽ വചനസർഗ പ്രതിഭാ പുരസ്കാര ജേതാവാണിത്. ബൈബിൾ വൈജ്ഞാനിക മേഖലയിൽ നൽകിക്കൊണ്ടിരിക്കുന്ന സംഭാവനകൾക്കാണ് പുരസ്കാരം. സെൻറ് തോമസ് മിഷണറി സൊസൈറ്റി അംഗമായ ഇദ്ദേഹം മലയാളത്തിലും ഇംഗ്ലീഷിലുമായി 36 ബൈബിൾ പഠന ഗ്രന്ഥങ്ങളും 26 ഇതര ഗ്രന്ഥങ്ങളും രചിച്ചിട്ടുണ്ട്. വിവിധ സെമിനാരികളിൽ ബൈബിൾ പ്രൊഫസറുമാണ്. ആരാണ് ഈ വൈദികൻ? ഫാദർ സെബാസ്റ്റ്യൻ കിഴക്കയിൽ. ഉറപ്പാണ്? ഉത്തരം ശരിയാണ്. അത് ഫാദർ സെബാസ്റ്റ്യൻ കിഴക്കയിലാണ്. ടീം നെന്മാറ, നിങ്ങൾക്ക് ലഭിക്കുകയാണ് 30 പോയിന്റുകൾ. അഭിനന്ദനങ്ങൾ. അടുത്ത ചോദ്യം ടീം കാഞ്ഞിരപ്പുഴയ്ക്കുള്ളതാണ്. തയ്യാറാണ്? വിഷ്വൽ.
ഒരു സലേഷ്യൻ മിഷണറി വൈദികൻ്റെ പൂർണ്ണകായ പ്രതിമ അനാച്ഛാദനം ചെയ്യുന്ന ചടങ്ങാണ് ചിത്രത്തിൽ. ഡാർജിലിംഗ് സിക്കിം രൂപതയിലെ മിരിക്കിലെ ഏക കത്തോലിക്ക ദേവാലയത്തിൻ്റെ സിൽവർ ജൂബിലിയുടെ ഭാഗമായാണ് ഈ ചടങ്ങ് നടന്നത്. 1995 മിരിക്കിലെത്തിയ ഈ മിഷണറി 2009 മരിക്കുന്നതുവരെ അവിടെ സേവനം ചെയ്തു. ഇന്ത്യയിൽ സേവനം ചെയ്ത ഈ ഇറ്റാലിയൻ മിഷണറി ആരാണ്? പതിനഞ്ച് സെക്കൻഡുകൾ കൂടി. 10 സെക്കൻഡുകൾ കൂടി. 5, 4, 2, 0. ടീം പട്ടാമ്പി. ലൂയിസ് സെച്ചി. ഫാദർ ലൂയിസ് സെച്ചി. ഉത്തരം ഒരു വിധത്തിലും അങ്ങോട്ട് അടുക്കുന്നില്ല. ഒരു ഭാഗമെങ്കിലും ശരിയായിരുന്നെങ്കിൽ ഞാൻ പോയിന്റ് തന്നു. പാസ് ചെയ്യപ്പെടുകയാണ് ടീം നെന്മാറ. 3 സെക്കൻഡുകൾ. 2, 1, 0. സമയം അവസാനിച്ചിരിക്കുക. ഇവിടെ കൂടിയിരിക്കുന്നവരിൽ ആർക്കെങ്കിലും ഉത്തരം അറിയാമെങ്കിൽ പറയാം. ഉത്തരം ഫാദർ ലൂയിജി ജെല്ലിസിയ. ഏതാണ്ടൊക്കെ ശബ്ദങ്ങൾ അടുത്തു വന്നേ ഉള്ളൂ. ഒരു ഭാഗമെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ പോയിന്റ് തന്നേനെ. നിർഭാഗ്യവശാൽ അപൂർവമായി സംഭവിക്കാറുള്ള ഒരു കാര്യം, ആരും ഉത്തരം പറയാത്ത ഒരു ചോദ്യം നമ്മുടെ ഈ മത്സരത്തിൽ കടന്നു പോവുകയാണ്. ഈ ചോദ്യത്തോടുകൂടെ ഈ വിഷ്വൽ റൗണ്ട് ഇവിടെ പൂർണ്ണമാവുകയാണ്. നമുക്ക് അന്വേഷിക്കാം എന്താണ് സ്കോർ. വിഷ്വൽ റൗണ്ട് ഇവിടെ പൂർത്തിയാകുമ്പോൾ സ്കോർ നോക്കാം. ടീം നെന്മാറ 120 പോയിന്റ്സ്, ടീം പട്ടാമ്പി 155 പോയിന്റ്സ്, ടീം കാഞ്ഞിരപ്പുഴ 50 പോയിന്റ്സ്. നാം പോവുകയാണ് ഈ മത്സരത്തിന്റെ 4ാമത്തെ റൗണ്ടിലേക്ക്. റൗണ്ടിന്റെ പേരാണ് പോളാർ റൗണ്ട്. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ 2 ബോളുകളിലൊന്ന് നിങ്ങൾ തിരഞ്ഞെടുത്താൽ മാത്രം മതി. ഏറ്റവും അനായാസകരമാണെന്ന് പ്രതീക്ഷ തോന്നുന്ന ഒരു റൗണ്ടാണിത്. നിങ്ങൾ ആകെ ചെയ്യേണ്ടത് അതേയെങ്കിൽ അതേ എന്നും അല്ല എങ്കിൽ അല്ല എന്നും മാത്രം പറയുക എന്നുള്ളതാണ്. ശരിയെങ്കിൽ ശരിയെന്ന് പറയുക, തെറ്റെങ്കിൽ തെറ്റെന്ന് പറയുക. ഈ ചോദ്യങ്ങൾക്ക് 2 ഉത്തരസാധ്യതകളെ ഉള്ളൂ എന്നുള്ളത് കൊണ്ട് ചോദ്യം ഒരിക്കലും പാസ് ചെയ്യുകയില്ല. നിങ്ങൾക്ക് ലഭിക്കുന്ന ചോദ്യത്തിന് നിങ്ങൾ ശരി ഉത്തരം പറഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് 30 പോയിന്റാണ്. ഉത്തരം തെറ്റിയാൽ 10 പോയിന്റ് ഞാൻ തിരിച്ചെടുക്കും. ഇനി നിങ്ങൾക്ക് ഉത്തരം പറയുന്നതിന് മുൻപ് ഹെൽപ്പ് ഡെസ്കിൻ്റെ സഹായം തേടാനുള്ള അവസരമുണ്ട്. അവരുടെ സഹായത്തോടു കൂടെ നിങ്ങൾ ഉത്തരം പറഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കാനിരിക്കുന്നത് 20 പോയിന്റുകളാണ്. എന്നാൽ ഹെൽപ്പ് ഡെസ്ക് എടുത്തിട്ടും ഉത്തരം തെറ്റിയാൽ 15 പോയിന്റുകൾ ക്വിസ് മാസ്റ്റർക്ക് മടക്കി നൽകേണ്ടതായിട്ട് വരും. വ്യക്തമാണോ? ടീം നെന്മാറ, നിങ്ങൾക്കുള്ള ചോദ്യമാണ്. ചോദ്യം ഇതാണ്: തന്നിമിത്തം ഞങ്ങൾ ഭൗതിക വിജ്ഞാനത്തിൻ്റെ വാക്കുകളിൽ പ്രസംഗിക്കുകയല്ല, ആത്മാവ് ഞങ്ങളെ പഠിപ്പിച്ചതനുസരിച്ച് ആത്മാവിൻ്റെ ദാനങ്ങൾ പ്രാപിച്ചവർക്ക് വേണ്ടി ആത്മീയ സത്യങ്ങൾ വ്യാഖ്യാനിക്കുകയാണ് ചെയ്യുന്നത്. ആവർത്തിക്കാം. തന്നിമിത്തം ഞങ്ങൾ ഭൗതിക വിജ്ഞാനത്തിൻ്റെ വാക്കുകളിൽ പ്രസംഗിക്കുകയല്ല, ആത്മാവ് ഞങ്ങളെ പഠിപ്പിച്ചതനുസരിച്ച് ആത്മാവിൻ്റെ ദാനങ്ങൾ പ്രാപിച്ചവർക്ക് വേണ്ടി ആത്മീയ സത്യങ്ങൾ വ്യാഖ്യാനിക്കുകയാണ് ചെയ്യുന്നത്. ശരിയോ തെറ്റോ? ശരി. ശരിയാണ്. ഉറപ്പാണ്? ഉറപ്പാണ്. ഉത്തരം ശരിയാണ്. ടീം നെന്മാറ, നിങ്ങൾക്ക് ലഭിക്കുകയാണ് 30 പോയിന്റുകൾ. അഭിനന്ദനങ്ങൾ. ശരിയാന്ന് പറഞ്ഞിട്ടും ശരി ഉത്തരം പറഞ്ഞിട്ടും യാതൊരു ഭാവവ്യത്യാസവും ഇല്ലാതെ ഇങ്ങനെ നിൽക്കുന്നു. ടീം കാഞ്ഞിരപ്പുഴ, നിങ്ങൾക്കുള്ള ചോദ്യമാണ്. ദൈവത്തിൻ്റെ ആലയം നശിപ്പിക്കുന്നവനെ ദൈവവും നശിപ്പിക്കും. എന്തെന്നാൽ ദൈവത്തിൻ്റെ ആലയം പരിശുദ്ധമാണ്. ആ ആലയം ജെറുസലേം ദേവാലയം തന്നെ. ശരിയോ തെറ്റോ? തെറ്റ്. തെറ്റാണ്. അതെന്താ അങ്ങനെ തെറ്റായത്? എന്താണ് തെറ്റ്? ആ ആലയം നിങ്ങൾ തന്നെ. ആ ആലയം നിങ്ങൾ തന്നെ. ടീം കാഞ്ഞിരപ്പുഴ, നിങ്ങളുടെ ഉത്തരം ശരിയാണ്. നിങ്ങൾക്ക് ലഭിക്കുകയാണ് 30 പോയിന്റുകൾ. അഭിനന്ദനങ്ങൾ. ടീം പട്ടാമ്പി, നിങ്ങൾക്കുള്ള ചോദ്യമാണ്. ചോദ്യം ഇതാണ്: അവൻ ബുദ്ധിശാലികളെ അവരുടെ തന്ത്രങ്ങളിൽ തന്നെ കുടുക്കുന്നുവെന്നും ബുദ്ധിശാലികളുടെ ആലോചനകൾ വ്യർത്ഥങ്ങളാണെന്ന് കർത്താവ് അറിയുന്നുവെന്നും എഴുതപ്പെട്ടിരിക്കുന്നു. ഇത്
യേശയ്യ പ്രവചനത്തിൽ നിന്നുള്ളതാണ്. ശരിയോ തെറ്റോ? അവൻ ബുദ്ധിശാലികളെ അവരുടെ തന്ത്രങ്ങളിൽ തന്നെ കൊടുക്കുന്നു, ബുദ്ധിശാലികളുടെ ആലോചനകൾ വ്യർത്ഥങ്ങളാണ് എന്ന് കർത്താവ് അറിയുന്നു എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. ഇത് യേശയ്യായുടെ പ്രവചനത്തിൽ നിന്നുള്ളതാണ് എന്നതാണ് എൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്. അത് ശരിയോ തെറ്റോ? അഞ്ച് സെക്കൻഡുകൾ. തെറ്റ്. തെറ്റാണ്. അതെന്താ? പിന്നെ എവിടെ നിന്നുള്ളതാണ്? സങ്കീർത്തനം. ഉത്തരം ശരിയാണ്. സങ്കീർത്തനത്തിൽ നിന്നുള്ളതാണ്. ടീം പട്ടാമ്പിക്ക് ലഭിക്കുകയാണ് 30 പോയിന്റുകൾ. അഭിനന്ദനങ്ങൾ. ഈ റൗണ്ടിൻ്റെ ആദ്യഘട്ടം ഇവിടെ പൂർണ്ണമാവുന്നു. രണ്ടാം ഘട്ടം ആരംഭിക്കുന്നു. ഈ രണ്ടാം ഘട്ടത്തിൽ നേരിട്ടുള്ള ചോദ്യങ്ങൾ അഭിമുഖീകരിക്കേണ്ടത് നിങ്ങൾ ഹെൽപ്പ് ഡെസ്ക്കാണ്. ഹെൽപ്പ് ഡെസ്ക് ടീം പട്ടാമ്പി, നിങ്ങൾ സഹായിക്കാൻ സന്നദ്ധരായി തന്നെയാണോ വന്നിരിക്കുന്നത്? നിങ്ങൾ ഇവരുടെ കൂടെ ഇരുന്ന് പഠിച്ചിരുന്നോ? ഇരുന്ന് പഠിച്ചിരുന്നു. ബഹുമാനപ്പെട്ട വികാരി അച്ഛൻ നിങ്ങളോട് എന്ത് പറഞ്ഞിട്ടാണ് വിട്ടത്? പോയി വിജയിച്ചു വരാൻ. പോയി വിജയിച്ചു വരാൻ. അച്ഛൻ നിങ്ങളുടെ കൂടെ വന്നിട്ടുണ്ടോ? ഉണ്ട്. പറഞ്ഞു വിടുക മാത്രമല്ല, അച്ഛൻ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട് താനും. നിങ്ങളുടെ മാതൃസംഘം എങ്ങനെയാണ് അവിടെ? നല്ല ഊർജ്ജസ്വലമായിട്ടാണോ? അതെ, അടിപൊളിയായിട്ട് വർക്ക് ചെയ്യും. അടിപൊളിയാണ്. നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്തത് ഈ ഒരു കൊറോണ കാലത്തൊന്നും ചെയ്യാൻ ആർക്കും പറ്റാത്ത ഈ കാലഘട്ടത്തിൽ? ഓൺലൈൻ മത്സരങ്ങളൊക്കെ ഏർപ്പെടുത്തിയിരുന്നു. ഓൺലൈൻ മത്സരങ്ങളൊക്കെ നടത്തിയിരുന്നു. ഓണത്തോടനുബന്ധിച്ച് ആണല്ലേ? മലയാളി മങ്ക ഓണപ്പാട്ട് മത്സരം, പിന്നെ പൂക്കളം ഇട്ടിട്ട് അതിൻ്റെ അടുത്തിരുന്നിട്ട് ഫോട്ടോ എടുത്തയച്ച് അങ്ങനെ. അത് ശരി. ടീം പട്ടാമ്പി, നിങ്ങൾ നന്നായി പ്രവർത്തിക്കുന്നുണ്ട്. ഇനി നിങ്ങൾ നന്നായി സഹായിക്കുന്നുണ്ടോ എന്നാണ് അറിയേണ്ടത്. നിങ്ങൾക്കുള്ള ചോദ്യം: ഈശോയുടെ അടുത്ത് ഒരുമിച്ച് കൂടിയ ജനാവലിയോട് ഈശോയ്ക്ക് അനുകമ്പ തോന്നിയത് അവർ 3 ദിവസമായി ഈശോയുടെ കൂടെ ആയിരുന്നതിനാലും അവർക്ക് ഭക്ഷിക്കാൻ ഒന്നുമില്ലാതിരുന്നതിനാലുമാണ്. ശരിയോ തെറ്റോ? ഈശോയുടെ അടുത്ത് ഒരുമിച്ച് കൂടിയ ജനാവലിയോട് അവിടുത്തേക്ക് അനുകമ്പ തോന്നിയത് അവർ 3 ദിവസമായി ഈശോയുടെ കൂടെ ആയിരുന്നതിനാലും അവർക്ക് ഭക്ഷിക്കാൻ ഒന്നുമില്ലാതിരുന്നതിനാലുമാണ്. ശരിയോ തെറ്റോ? ശരി. ശരിയാണ്. ഉത്തരം ശരിയാണ്. ടീം പട്ടാമ്പി, നിങ്ങൾക്ക് ലഭിക്കുകയാണ് 30 പോയിന്റുകൾ. അഭിനന്ദനങ്ങൾ. ടീം കാഞ്ഞിരപ്പുഴ, നിങ്ങളൊരു വലിയ ഫൊറോന ദേവാലയമാണ്. നിങ്ങളുടെ ഇടവകയിൽ എന്തുമാത്രം അമ്മമാരുണ്ട് നിങ്ങളുടെ മാതൃസംഘത്തിൽ? 250 പേരോളം. 250 പേരോളം ഉണ്ടല്ലേ? വളരെ വലിയൊരു സംഘമാണല്ലോ. എല്ലാവരും കൂടുമോ? പരമാവധി കൂടാറുണ്ട്. ഉണ്ടല്ലേ? ഓക്കെ. അപ്പോൾ 250 പേരോളം ഉള്ള ഒരു സംഘത്തിൽ നിന്നാണ് നിങ്ങൾ ഈ 5 പേർ സഹായിക്കാനായി എത്തിയിരിക്കുന്നത്. നോക്കട്ടെ, ചോദ്യത്തിലേക്ക് പോകാം. ചോദ്യം ഇതാണ്: യേശു അന്ധനെ സുഖപ്പെടുത്തിയിട്ട് അവനെ വീട്ടിലേക്ക് പറഞ്ഞയച്ചത് ഗ്രാമത്തിൽ പ്രവേശിക്കുക പോലും ചെയ്യരുത് എന്ന് പറഞ്ഞാണ്. ശരിയോ തെറ്റോ? യേശു അന്ധനെ സുഖപ്പെടുത്തിയിട്ട് അവനെ വീട്ടിലേക്ക് പറഞ്ഞയച്ചത് ഗ്രാമത്തിൽ പ്രവേശിക്കുക പോലും ചെയ്യരുത് എന്ന് പറഞ്ഞാണ്. ശരിയോ തെറ്റോ? ശരിയാണ്. ശരിയാണ്. ഉത്തരവ് ശരിയാണ്. ടീം കാഞ്ഞിരപ്പുഴ, നിങ്ങൾക്ക് ലഭിക്കുകയാണ് 30 പോയിന്റുകൾ. അഭിനന്ദനങ്ങൾ. നമുക്ക് പോകാം നെന്മാറ. നിങ്ങൾ ഈ പ്രോഗ്രാമൊക്കെ ടി വിയിൽ കാണാറുണ്ടായിരുന്നോ? കാണാറുണ്ടായിരുന്നു. എപ്പോഴെങ്കിലും ഇതുപോലെ ഇവിടെ വന്നിങ്ങനെ ഇരിക്കാനും ഈ മത്സരത്തിൽ പങ്കെടുക്കാനും കഴിയുമെന്നൊക്കെ വിചാരിച്ചായിരുന്നോ? വിചാരിച്ചിട്ടേ ഇല്ല. എന്നിട്ട് വരാൻ പറ്റിയപ്പോൾ എന്ത് തോന്നി? സന്തോഷമുണ്ട്. വചനം പഠിക്കാൻ ഒരു അവസരം, ഒന്നും കൂടെ അതിൽ ശക്തിപ്പെടുത്താൻ ഒരു അവസരം കിട്ടിയതിൽ സന്തോഷമുണ്ട്. ആണോ? കാര്യമായിട്ടിരുന്ന് വചനം പഠിക്കാനൊക്കെ ശ്രമിച്ചോ? നന്നായിട്ട് ശ്രമിച്ചു. ഞാൻ ചോദിക്കട്ടെ, ചോദ്യം ഇതാണ്: ഉപവാസം കൊണ്ടല്ലാതെ മറ്റൊന്നുകൊണ്ടും പിശാചുക്കൾ പുറത്തു പോവുകയില്ല എന്നാണ് ഈശോ ശിഷ്യന്മാരോട് പറഞ്ഞത്. ശ്രദ്ധിക്കണം, ഉപവാസം കൊണ്ടല്ലാതെ മറ്റൊന്നുകൊണ്ടും പിശാചുക്കൾ പുറത്തു പോവുകയില്ല എന്നാണ് ഈശോ ശിഷ്യന്മാരോട് പറഞ്ഞത്. ശരിയോ തെറ്റോ? തെറ്റാണ്. എന്താണ് ശരി? പ്രാർത്ഥന കൊണ്ടല്ലാതെ. ഉത്തരം ശരിയാണ്. പ്രാർത്ഥന കൊണ്ടല്ലാതെ എന്നാണ് നമ്മുടെ സുവിശേഷ ഭാഗത്തിലുള്ളത്. ടീം നെന്മാറ, നിങ്ങൾക്ക് ലഭിക്കുകയാണ് 30 പോയിന്റുകൾ. അഭിനന്ദനങ്ങൾ. ഈ ചോദ്യത്തോടെ ഈ റൗണ്ട് ഇവിടെ പൂർണ്ണമാകുമ്പോൾ നമുക്ക് അന്വേഷിക്കാം എന്താണ് പോയിന്റ് നില. സ്കോർ ബോർഡ്. 4ാമത്തെ റൗണ്ട്, പോളാർ റൗണ്ട് ഇവിടെ അവസാനിക്കുകയാണ്. വചനം ശരിയായി ഗ്രഹിക്കുക എന്നത് പരിശുദ്ധാത്മാവിൻ്റെ പ്രചോദനത്താലല്ലാതെ സാധിക്കുന്ന ഒന്നല്ല. നമ്മുടെ ടീം അംഗങ്ങളെല്ലാം വചനം ശരിയായി തന്നെ പഠിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കാം. നമുക്ക് അവരുടെ സ്കോറിലേക്ക് പോകാം. നെന്മാറ നേടിയിരിക്കുന്നു 180 പോയിന്റ്സ്, പട്ടാമ്പി നേടിയിരിക്കുന്നു 215 പോയിന്റ്സ്, കാഞ്ഞിരപ്പുഴ നേടിയിരിക്കുന്നു 110 പോയിന്റ്സ്. നാം പോവുകയാണ് ഈ മത്സരത്തിൻ്റെ 5ാമത്തേതും അവസാനത്തേതും
അത്യന്തം ഉദ്യോഗജനകവുമായ റൗണ്ടിലേക്ക് പേര് സൂചിപ്പിക്കുന്നത് പോലെ ഈ റൗണ്ടിലെ ചോദ്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് തരികയല്ല, നിങ്ങൾ വാങ്ങിക്കുകയാണ്. പരമാവധി 3 ചോദ്യങ്ങൾ വരെയാണ് നിങ്ങൾക്ക് ഈ റൗണ്ടിൽ സ്വീകരിക്കാവുന്നത്. ഒന്നാമത്തെയും രണ്ടാമത്തെയും ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് ഹെൽപ്പ് ഡെസ്കിൻ്റെ സഹായം ആവശ്യമുണ്ടെങ്കിൽ തേടാം. മൂന്നാമത്തെ ചോദ്യത്തിന് അത് സാധിക്കുകയില്ല. നമുക്ക് ആരംഭിക്കാം. ടീം കാഞ്ഞിരപ്പുഴയ്ക്കാണ് ആദ്യത്തെ അവസരം. ടീം കാഞ്ഞിരപ്പുഴ, ആദ്യത്തെ ചോദ്യത്തിൻ്റെ വില 30 പോയിൻ്റാണ്. തന്ന് 60 പോയിന്റിൻ്റെ ചോദ്യം നിങ്ങൾ സ്വീകരിക്കുമോ? മേടിക്കാൻ പോവാണ്. തന്നോളൂ. മുപ്പത് പോയിന്റുകൾ നിങ്ങൾ തൽക്കാലത്തേക്ക് കൈവിട്ടിരിക്കുകയാണ്. നിങ്ങൾക്കുള്ള ചോദ്യം ഇതാണ്. പൗലോസ്ലീഹ തൻ്റെ വചനവും പ്രസംഗവും ഏത് തരത്തിലുള്ളതായിരുന്നുവെന്ന് പറഞ്ഞിട്ട് തുടർന്ന് അത് നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം മാനുഷിക ജ്ഞാനമാകാതെ പകരം എന്താകാനായിട്ടായിരുന്നു എന്നാണ് പറയുന്നത്. പൗലോസ്ലീഹ തൻ്റെ വചനവും പ്രസംഗവും ഏതു തരത്തിലുള്ളതായിരുന്നുവെന്ന് വിശദീകരിച്ചിട്ട് തുടർന്ന് അത് നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം മാനുഷിക ജ്ഞാനമാകാതെ പകരം എന്താകാനായിട്ടായിരുന്നു എന്നാണ് പറയുന്നത്. ദൈവശക്തിയാകാനായിട്ട്. ഉത്തരം ശരിയാണ്. ദൈവശക്തിയാകാനായിട്ടായിരുന്നു എന്നാണ്. ടീം കാഞ്ഞിരപ്പുഴ, നിങ്ങൾക്ക് ലഭിക്കുകയാണ് തന്നതിൻ്റെ ഇരട്ടി പോയിന്റുകൾ, 60 പോയിന്റുകൾ. അടുത്ത ചോദ്യത്തിലേക്ക് പോകണോ? പോകാം. 40 പോയിന്റുകൾ എനിക്ക് തരണം. നാൽപ്പത് പോയിന്റുകൾ കൈവിട്ടുള്ള മത്സരമാണ്. ചോദ്യം ഇതാണ്. ഈശോയുടെ രൂപാന്തരീകരണത്തിൽ ആരൊക്കെയാണ് പ്രത്യക്ഷപ്പെട്ട് യേശുവിനോട് സംസാരിച്ചു കൊണ്ടിരുന്നുവെന്ന് സുവിശേഷം സാക്ഷ്യപ്പെടുത്തുന്നത്? മോശയും ഏലിയായും. മോശയും ഏലിയായും എന്നതാണ് നിങ്ങളുടെ ഉത്തരം. ആ ഉത്തരം ശരിയാണ്. ടീം കാഞ്ഞിരപ്പുഴ, നിങ്ങൾക്ക് ലഭിക്കുകയാണ് 80 പോയിന്റുകൾ. അഭിനന്ദനങ്ങൾ. ഏലിയ പ്രവാചക ഗണത്തെ സൂചിപ്പിക്കുന്നു. മോശ തോറയെ, നിയമത്തിൻ്റെ പുസ്തകത്തെ സൂചിപ്പിക്കുകയാണ്. ടീം കാഞ്ഞിരപ്പുഴ, അടുത്ത ചോദ്യം 50 പോയിന്റുകൾ കൈവിട്ടുള്ള ചോദ്യമാണ്. നിങ്ങൾ മേടിക്കൂ? മേടിക്കൂ, തരൂ. നിങ്ങൾക്കുള്ള ചോദ്യം. അവൻ എല്ലാ കാര്യങ്ങളും വിവേചിച്ചറിയുന്നു. അവനെ വിധിക്കാൻ ആർക്കും സാധിക്കുകയില്ല. ആരെക്കുറിച്ചാണ് വിശുദ്ധ പൗലോസ്ലീഹ ഇവിടെ പരാമർശിക്കുന്നത്? ആത്മീയ മനുഷ്യനെ. ഉത്തരം ശരിയാണ്. ആത്മീയ മനുഷ്യനെ കുറിച്ചാണ്. ടീം കാഞ്ഞിരപ്പുഴ, നിങ്ങൾക്ക് ലഭിക്കുകയാണ് 100 പോയിന്റുകൾ. അഭിനന്ദനങ്ങൾ. 100 പോയിന്റ് കിട്ടിയിട്ട് ഒരു സന്തോഷമില്ല? ഒരു സന്തോഷമില്ലേ? ഉണ്ട്, നല്ല സന്തോഷമുണ്ട്. ഉണ്ട്. ഓക്കെ, നമുക്ക് പോകാം. ടീം പട്ടാമ്പി. ടീം പട്ടാമ്പി 30 പോയിന്റ് കൊടുക്കുന്നു? കൊടുക്കുന്നു. തരൂ. മുപ്പത് പോയിന്റിൻ്റെ ചോദ്യമാണ്. ചോദ്യം ഇതാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പൗരോഹിത്യത്തിൻ്റെ എത്രാമത്തെ വാർഷികമാണ് നാം ഇപ്പോൾ ആഘോഷിച്ചത്? 52-ാം വാർഷികം. ഉത്തരം ശരിയാണ്. 52-ാം വാർഷികമാണ്. ടീം പട്ടാമ്പി, നിങ്ങൾക്ക് ലഭിക്കുകയാണ് 60 പോയിന്റുകൾ. അഭിനന്ദനങ്ങൾ. രണ്ടാമത്തെ ചോദ്യം 40 പോയിന്റിൻ്റെ വിലയുള്ള ചോദ്യമാണ്. തരുമോ? തരും. തന്നോളൂ. ചോദ്യം എടുക്കണമെന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ ടീമിനോട് ചോദിക്കണോ? എന്നാ ചോദിച്ചു. എടുക്കുന്നോ? എടുക്കുന്നു. എടുക്കാമെന്നാണ് അവർ പറഞ്ഞത്. ചോദ്യം 40 പോയിന്റുകൾ തരാം. നാൽപ്പത് പോയിന്റുകൾ കൈവിട്ടുകൊണ്ടുള്ള ചോദ്യം. ചോദ്യം ഇതാണ്. എന്തെങ്കിലും ചെയ്യാൻ നിനക്ക് കഴിയുമെങ്കിൽ ഞങ്ങളുടെ മേൽ കരുണ തോന്നി ഞങ്ങളെ സഹായിക്കണമേ. ഈശോയുടെ മറുപടി എന്തായിരുന്നു?
കഴിയുമെങ്കിലെന്നോ വിശ്വസിക്കുന്നവന് എല്ലാ കാര്യങ്ങളും സാധിക്കും. ഉത്തരം ശരിയാണ്. കഴിയുമെങ്കിലെന്നോ വിശ്വസിക്കുന്നവന് എല്ലാ കാര്യങ്ങളും സാധിക്കും. ടീം പട്ടാമ്പി, നിങ്ങൾക്ക് ലഭിക്കുകയാണ് 80 പോയിന്റുകൾ. അഭിനന്ദനങ്ങൾ. അടുത്ത ചോദ്യം 50 പോയിന്റ് കൈവിട്ട് 100-ന് വേണ്ടി ശ്രമിക്കാവുന്ന ചോദ്യമാണ്. എടുക്കണോ? സപ്പോർട്ടിങ്ങിനോട് ചോദിക്കാം. ചോദിച്ചു. ആലോചിച്ച് തീരുമാനമെടുക്കും. എന്താണ് നിങ്ങൾക്ക് കിട്ടിയ ഉപദേശം? എടുക്കണ്ട എന്നാണ് തീരുമാനം. അതൊരു ഉചിതമായ വിവേകപൂർണമായ തീരുമാനമാണ്. അതെ. അതെ. എങ്കിൽ നമുക്ക് പോകാം. ടീം നെന്മാറ, നിങ്ങൾ കൊടുക്കുന്നോ 30 പോയിന്റുകൾ? കൊടുക്കുന്നു. തന്നോളൂ. നിങ്ങൾക്കുള്ള ചോദ്യം ഇതാണ്. വഴിയിൽ വെച്ച് എന്തിനെക്കുറിച്ചാണ് നിങ്ങൾ തർക്കിച്ചിരുന്നത്? അവർ നിശബ്ദരായിരുന്നു. അത് പറയാൻ അവർക്ക് മടിയായിരുന്നു. എന്തിനെക്കുറിച്ചാണ് അവർ തർക്കിച്ചിരുന്നത്? തങ്ങളിൽ ആരാണ് വലിയവൻ എന്നതിനെ കുറിച്ചായിരുന്നു അവർ തർക്കിച്ചുകൊണ്ടിരുന്നത്. ഉത്തരം ശരിയാണ്. തങ്ങളിൽ ആരാണ് വലിയവൻ എന്നതിനെ കുറിച്ചാണ് അവർ വഴിയിലുടനീളം തർക്കിച്ചുകൊണ്ടിരുന്നത്. ടീം നെന്മാറ, നിങ്ങൾക്ക് ലഭിക്കുകയാണ് 60 പോയിന്റുകൾ. അഭിനന്ദനങ്ങൾ. അടുത്ത ചോദ്യം 40 പോയിന്റുകൾ കൈവിടാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നു. ചോദിക്കണം. ചോദിച്ചു. ചോദ്യം എടുക്കുവാണ്. പോയിന്റ് 40 പോയിന്റുകൾ. ചോദ്യം: സമാധാന സൃഷ്ടാക്കൾ എന്തിൻ്റെ ഫലം സമാധാനത്തിൽ വിതയ്ക്കുന്നുവെന്നാണ് വിശുദ്ധ യാക്കോബ് പഠിപ്പിക്കുന്നത്? സമാധാന സൃഷ്ടാക്കൾ എന്തിൻ്റെ ഫലം സമാധാനത്തിൽ വിതയ്ക്കുന്നു എന്നാണ് വിശുദ്ധ യാക്കോബ് പഠിപ്പിക്കുന്നത്? നീതിയുടെ ഫലം. ഉത്തരം ശരിയാണ്. നീതിയുടെ ഫലം. ടീം നെന്മാറ, നിങ്ങൾക്ക് ലഭിക്കുകയാണ് 80 പോയിന്റുകൾ. അഭിനന്ദനങ്ങൾ. ശരി, അടുത്ത ചോദ്യത്തിലേക്ക് പോകണം. ചോദിച്ചു. അവരുടെ നിർദ്ദേശം നിങ്ങൾ അംഗീകരിക്കാതിരിക്കാം. ചോദ്യം വേണോ? വേണ്ട. ചോദ്യം വേണ്ട. നിങ്ങൾ ആ ചോദ്യം ക്വിറ്റ് ചെയ്യുകയാണ്. കാരണം എന്താ? അവരുടെ അഭിപ്രായത്തെ മനസ്സിലാക്കി. അവരുടെ അഭിപ്രായം എന്തുകൊണ്ടായിരിക്കും? അറിയില്ല. ആണ്. നിങ്ങൾ സുരക്ഷിതരാണ് എന്നവർ കരുതുന്നു. ആയിരിക്കാം. ശരിയല്ലേ? എങ്കിൽ നമുക്ക് പോകാം. ഈ മത്സരത്തിന്റെ സമാപനത്തിൽ വിജയികൾ പ്രഖ്യാപിക്കപ്പെടുകയാണ്. 230 പോയിന്റുമായി 3-ാം സ്ഥാനത്ത് ടീം കാഞ്ഞിരപ്പുഴ, 250 പോയിന്റുമായി 2-ാം സ്ഥാനത്ത് ടീം നെന്മാറ, 285 പോയിന്റുമായി 1-ാം സ്ഥാനത്ത് ടീം പട്ടാമ്പി. നമുക്കറിയാവുന്നതുപോലെ ഓരോ എപ്പിസോഡിലും 2 ടീമുകളാണ് അടുത്ത ഘട്ടത്തിലേക്ക് പ്രവേശിക്കുന്നത്. ഇന്നത്തെ ഈ മത്സരം സമാപിക്കുമ്പോൾ ടീം പട്ടാമ്പി, ടീം നെന്മാറ നിങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ് അടുത്ത ഘട്ടത്തിലേക്ക്. അഭിനന്ദനങ്ങൾ. ടീം കാഞ്ഞിരപ്പുഴ, നിങ്ങൾക്ക് സാധിക്കുമായിരുന്നിടത്തോളം നിങ്ങൾ പരിശ്രമിച്ചായിരുന്നു. നിങ്ങളുടെ പരിശ്രമം ഒട്ടും മോശമല്ലായിരുന്നു. നിങ്ങൾ നന്നായി ട്രൈ ചെയ്തു. ധാരാളം ഉത്തരങ്ങൾ നിങ്ങൾ പറയുന്നുണ്ടായിരുന്നു. നമ്മുടെ ആത്യന്തികമായ പ്രതിഫലം എന്ന് പറയുന്നത് വചനം ഹൃദയസ്ഥമാക്കാൻ കഴിയുക എന്നുള്ളതാണ്. ഈ മത്സരത്തിൽ പങ്കെടുക്കാൻ കഴിയുക എന്നുള്ളതാണ്. അതുതന്നെയാണ് അതിൻ്റെ സമ്മാനവും. നിങ്ങളെ ഞങ്ങൾ അഭിനന്ദിക്കുകയാണ്. നിങ്ങളുടെ നല്ല പ്രയത്നത്തെ, നിങ്ങളുടെ സന്തോഷകരമായ സാന്നിധ്യത്തെയൊക്കെ ഞങ്ങൾ ഒത്തിരി വിലമതിക്കുകയാണ്. വലിയ സ്നേഹത്തോടെ ഞങ്ങൾ ഈ വേദിയിൽ നിന്നും നിങ്ങളെ യാത്രയാക്കുകയാണ്. വെറുതെയല്ല, ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട്. അഭിനന്ദനങ്ങൾ. അമ്മക്കിളി കൂട്ടിൽ വർണ്ണക്കിളികൾ പാടി അന്തിക്കതിർ പൊന്നണിഞ്ഞ ശാലോമിൽ കൂടി. അമ്മക്കിളി കൂട്ടിൽ വർണ്ണക്കിളികൾ പാടി അന്തിക്കതിർ പൊന്നണിഞ്ഞ ശാലോമിൽ കൂടി. വാനം വാടികൾ വേനൽ പ്രാവുകൾ നാടിന്റെ അഭിമാനമായവർ സുവിശേഷ വയലാകെ കൊയ്തവർ വിജയത്തിനായി. പെനുവേൽ, ദ ഫേസ് ഓഫ് ഗാഡ്, ദൈവത്തിന്റെ മുഖം.
ദൈവത്തിൻ്റെ വചനത്തിൽ അനാവൃതമായിരിക്കുന്ന മുഖം കാണാൻ ശ്രമിക്കുകയായിരുന്നു നാം ഇതുവരെ. പെനുവേൽ മദേഴ്സ് ബൈബിൾ ക്വിസ് സീസൺ 2-ന്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. വീണ്ടും നാം കണ്ടുമുട്ടും പുതിയൊരു എപ്പിസോഡിൽ പുതിയ ടീമുകളും പുതിയ ചോദ്യങ്ങളുമായി. അതുവരെ മിശിഹായുടെ സ്നേഹത്തിലായിരിക്കുക, പരിശുദ്ധ സഭയുടെ സംരക്ഷണത്തിലായിരിക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആമേൻ.